നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ദേഷ്യത്തോടു കൂടി സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, ദേ നിന്റെ ഈ മനസ്സുണ്ടല്ലോ, അത് നീ ഒന്നും മാറ്റണം വൈജ, അല്ലെങ്കിൽ നിനക്ക് ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. നിന്റെ അഹങ്കാരത്തിന്റെ ഈ 4 പേര് കരിച്ചു കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നിനക്ക് പിന്നെ എവിടെ ചെന്നാലും ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. ഓഹോ, അപ്പൊ ഞാനാണ് കുഴപ്പം അമ്മയ്ക്ക് അല്ലേ? അല്ലേലും അതങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഇപ്പം ഞാനാ പ്രശ്നം. ദേ വൈജയ്, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നല്ലതിന് വേണ്ടി പറയുമ്പം നീ അത് അംഗീകരിക്കാൻ നോക്ക്, അല്ലാതെ എന്നോട് ചാടിക്കടിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്ക് വൈജയ് പറഞ്ഞു, ഓ ശരി, അമ്മയോട് യാത്ര പറയാൻ വന്നാൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം, പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അമ്മേ, ഞാൻ പോയേക്കുക, പിന്നെ ഇടയ്ക്ക് വന്ന് ഞാൻ നോക്കാട്ടോ, ഞാൻ അല്ലാതെ പിന്നെ അമ്മ ആരാ ഇങ്ങനെയൊക്കെ നോക്കാനുള്ള? അതൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേനും സൗദാമിനി മുത്തശ്ശിയും വല്ലാത്തൊരു സങ്കടമായി. സ്വന്തം ചോരയോട് തന്നെയാണ് അവൾ മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്, അതവൾക്ക് അറിയില്ലോ എന്നൊരു ചിന്ത സൗദാമിനി മുത്തശ്ശിയുടെ മനസ്സിനെ വേട്ടയാടി. അതേസമയം അലീനയും കൊണ്ട് ബാലേന്ദ്രൻ യാത്ര പോവുകയാണ് സ്റ്റാൻഡിൻ്റെ വീട്ടിലേക്ക്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, അച്ഛാ ഇനി കുറേ ദൂരമുണ്ടോ? ഇനിയുണ്ട് കുറച്ച് ദൂരം കൂടെ. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഒന്ന് ഇറങ്ങാം, ഇവിടെ നിന്ന് ഇത്തിരി ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിട്ട് വീണ്ടും യാത്ര ചെയ്യാം. കുറച്ച് സമയമായല്ലേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ ഇറങ്ങി, പിന്നാലെ അലീന ഇറങ്ങി. ആ സമയത്ത് അലീന ചോദിച്ചു, അച്ഛൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ? അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്ക് തോന്നുന്നുണ്ട് അച്ഛൻ്റെ മുഖം കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നില്ല, എന്തോ ഒരു ടെൻഷനുള്ള പോലെ. മോള് ചോദിച്ച സത്യമായിട്ടുള്ള കാര്യമാണ്, എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട്. എന്താ അച്ഛാ, എന്താ പറ്റിയത്? അത് പിന്നെ മോളെ, അച്ഛൻ എന്താണെങ്കിലും എന്നോട് പറ. മോളോട് ഞാൻ ഒരു സ്റ്റാൻലി ജോസഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? സ്റ്റാൻലി ജോസഫ് പെട്ടെന്ന് അലീനയ്ക്ക് പിടികിട്ടിയില്ല. അച്ഛൻ ഞാൻ ഓർക്കണില്ല. അതെ, നമ്മുടെ ഗംഗാധരൻ മേനോനില്ലേ, ഗംഗാധരേട്ടൻ്റെ സബോർഡിനേറ്റായിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാൻലി ജോസഫ്, ആഗ്രഹം കണ്ടോൺമെൻറ് ഉണ്ടായിരുന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാൻ സാധിക്കും. ആഗ്രയിലായിരുന്ന സമയത്തായിരുന്നു ഈ പറയുന്ന സ്റ്റാൻലി ഗംഗാധരൻ്റെ സബോർഡിനേറ്റായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് മാലയിച്ച കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് ആഗ്രയിലേക്ക് വൈജയന്തി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അലീന ഇങ്ങനെ നോക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ പറയുന്ന സ്റ്റാൻലിയും അതുപോലെ തന്നെ വൈജയുമായിട്ട് അടുപ്പത്തിലായി. പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഗംഗേട്ടനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഡൽഹിക്ക് സ്ഥലം മാറ്റമായി ഗംഗേട്ടന്. പക്ഷെ സ്റ്റാൻലി അതിവിദഗ്ധമായിട്ട് എന്ത് ചെയ്തു, അവിടെ തന്നെ ഒരു സ്കൂളിൽ വൈജയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്തു. വൈജ ഒടുവിൽ ഡൽഹിക്ക് വരുന്നില്ല, ഞാനിവിടെ സ്കൂളിലെ ജോലി കളയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അവർ ഡൽഹിക്ക് പോവുകയും ചെയ്തു. വൈജയെ നോക്കാനും വെറുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലോ. അവൾക്ക് സ്വാതന്ത്ര്യമായിരുന്നു. ഒടുവിൽ സ്റ്റാൻലി എന്ത് ചെയ്തു, സ്റ്റാൻലിയുടെ ഇതൊക്കെ വെച്ചിട്ട് അവിടെ ഒരു വാടക വീട് എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങി. ശരിക്കും ഒരു ലിവിങ് ടുഗദർ. അലീന ഇങ്ങനെ അന്തം വിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു. അവർ ചെന്ന് ഈ പറയുന്ന വൈജയെ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം സ്റ്റാൻലി അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വൈജയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇപ്പം മോൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏകദേശം കാര്യങ്ങളല്ലേന്ന് ചോദിച്ചു. അതെ, നമ്മൾ ഈ പോകുന്ന എങ്ങോട്ടാന്ന് നിനക്കറിയാവോ? ആ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കാ. കുളത്തൂപ്പുഴയിലുള്ള പ്ലാന്റർ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ സ്റ്റാൻലി ജോസഫാ. അച്ഛാ, അത് പിന്നെ അല്ല, അച്ഛനോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? അച്ഛൻ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞേ? ഞാനെല്ലാം പോയി അന്വേഷിച്ചറിഞ്ഞതാ. പിന്നെ ഞാൻ ചെന്ന് അയാളോട് കാര്യങ്ങൾ സംസാരിച്ചു, നിങ്ങളുടെ മകൾ എന്നോടൊപ്പം ഉണ്ടെന്നൊക്കെ. അയാൾ നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഒരു നിമിഷം കൂടെ കൊണ്ട് തലക്കിട്ടടിച്ചൊരവസ്ഥയായിപ്പോയി അലീനയ്ക്ക്. അലീന ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. ഇതേ സമയത്ത് വൈജയന്തി പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും കമല പറഞ്ഞു, വൈജയ്, ഒരു ദിവസം അവിടെ നിന്നിട്ട് നീ പോയാൽ മതിയായിരുന്നു, അത് സാരമില്ല. കമലയെടുത്തി ഇടയ്ക്കൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞോട്ടോ, ഞാൻ വരാം. നീ ഒരു കാര്യം ചെയ്യുക, അവിടെയൊക്കെ തിരിച്ചു പിടിക്കുക, എന്നിട്ട് വേണം എനിക്ക് അവിടെ വന്ന് 2 ദിവസം ഒന്ന് നിൽക്കാനെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, അങ്ങനെ ചെയ്തിട്ട് കമലയെടുത്തി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, വൈജയ്,
നീ അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ നോക്കണം, അറിയാലോ. ഓ ഇപ്പം എല്ലാവർക്കും കുറ്റം എൻ്റെ മേലാണല്ലോ, ഞാനാണല്ലോ. അതല്ല, നീ നിന്റെ മക്കളോടൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറണം, അല്ലെങ്കിലുണ്ടല്ലോ അറിയാലോ. പിന്നെ നിനക്കൊരു മകനുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ വൈജയുടെ ചെവിയിലേക്കൊന്നും കയറത്തൊന്നുമില്ല. അപ്പോഴേക്കും മനുശങ്കർ ഭാഗമൊക്കെ കൊണ്ടേ വെക്കുവാണ്. ആ സമയം ശിവശങ്കരൻ പറഞ്ഞു, എടാ മനു, നീ ഒരു കാര്യം ചെയ്യുക, ഇവളെ കൊണ്ടേ ആക്കാൻ പറഞ്ഞു. അല്ല, ഞാൻ കരുതി അച്ഛനും വെല്ലിച്ചനും കൂടെ ആയിരിക്കും കൊണ്ടേ ആക്കണേന്ന്. അതെ, ബാലേന്ദ്രൻ വന്നതിന് ശേഷം ഞങ്ങൾ പോയിക്കോളാം, ഇപ്പം നീ കൊണ്ടേ ആക്കുക. നിനക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ജോലിയൊന്നും ഇല്ല. എങ്കിൽ പിന്നെ കൊണ്ടേ ആക്കുക. അപ്പോഴേക്കും വൈജ പറഞ്ഞു, ഓ ഇവനിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ താല്പര്യം കാണത്തില്ല. ഇവന് വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും അവിടെ ഇല്ലല്ലോ, അവരൊക്കെ പോയല്ലോ. ദേ ആൻറ്റി, വെറുതെ അതും ഇതും പറയണ്ട, വന്ന് കയറാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ മണിശങ്കർ കാറിലേക്ക് പോയി കയറി. ഈ സമയം വൈജയന്തി യാത്ര പറഞ്ഞിറങ്ങുവാണ്. വൈജയന്തി അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നേ, ഒരു സമാധാനമായില്ലേ? എൻ്റെ ഗംഗാട്ട, പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയെന്നാണോ ഗംഗാട്ടൻ കരുതുന്നത്? ഇനിയല്ലേ പ്രശ്നങ്ങൾ? ബാലേന്ദ്രൻ തിരിച്ചു വരുമ്പോഴത്തേനും പ്രശ്നങ്ങൾ തുടങ്ങൂല്ലോ. പ്രശ്നങ്ങളോ? അതേന്നേ, ഇനിയല്ലേ പ്രശ്നങ്ങൾ, ശരിക്കുള്ള പ്രശ്നങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നുള്ളൂ. അതും പറഞ്ഞിട്ട് ഗംഗാധരൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് ശിവശങ്കരൻ്റെ അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനയും കൊണ്ട് ബാലേന്ദ്രൻ വീണ്ടും പുറത്തിറങ്ങി. കാരണം കുറേ ദൂരം ഡ്രൈവ് ചെയ്യും, പിന്നീട് എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കും. അങ്ങനെ അലീനയെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ഇതാ മുഖം കഴുകുക, ഈ വെള്ളം ഉപയോഗിച്ച് ആകെപ്പാടെ വല്ലാതിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന മുഖമൊക്കെ കഴുകി. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ? സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ല അച്ഛാ, അത് പിന്നെ ഞാൻ, നിനക്ക് സങ്കടമുണ്ടോ? അല്ല, എന്നോട് ഒരു വാക്കെങ്കിലും അച്ഛന് പറയാൻ മേലായിരുന്നോ? എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ അവിടേക്കാ കൊണ്ടുപോകുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ. അച്ഛൻ എന്തിനാ എന്നോട് പറയാതെ ഇത് ചെയ്തേന്ന് ചോദിച്ചു. ഓ അപ്പം ഞാനാണിപ്പോൾ കുറ്റക്കാരനല്ലേ? നിനക്ക് ആ വീട് വിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. നിന്നെ വെറുതെ ഒരിടത്തേക്ക് എനിക്ക് കൊണ്ടുവിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തേ. ഞാൻ കരുതി നീ എനിക്കൊരു താങ്ക്സ് പറയുന്നു, ഒരു നന്ദി വാക്ക് പറയുന്നതിന് പകരം നീ കുറ്റപ്പെടുത്തുമല്ലേ? അയ്യോ അച്ഛ, അങ്ങനെയല്ല ഞാൻ. അല്ല, നിനക്ക് പോകണ്ടെങ്കിൽ പോകണ്ട, ഇപ്പം തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം. വേണ്ട അച്ഛ, സോറി അച്ഛ, ഞാൻ സോറി പറഞ്ഞല്ലോ, ഇനി ഞാനിങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ അവിടെ കൊണ്ടുപോയി വിട്ടോളാം പറഞ്ഞു. അപ്പോഴേക്കും അലീനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയത്ത് അലീന ചോദിച്ചു, അല്ലച്ച, അയാൾക്കറിയാവോ എന്നെ അങ്ങോട്ട് കൊണ്ടിരുന്ന കാര്യം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടിരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ മുഖം കഴുകാൻ പറഞ്ഞു. അങ്ങനെ അലീന മുഖമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ വീണ്ടും ബാലേന്ദ്രൻ പറഞ്ഞു, ബാ കയറാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവർ യാത്ര ഇരിക്കുന്ന സമയത്ത് അലീന ചോദിച്ചു, അല്ലച്ച, അറിയാവോ ഞാൻ അയാളുടെ മകളാന്നുള്ള കാര്യം? അറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇയാൾക്ക് ഇങ്ങനൊരു മകളുണ്ട്, ഏറ്റെടുക്കാൻ താല്പര്യമാണെന്ന് ചോദിച്ചു. അയാളെ താല്പര്യമാണെന്ന് പറഞ്ഞു. അല്ല, അയാൾക്കപ്പോൾ ഭാര്യയും കുട്ടികളും ഒക്കെ ഇല്ലേ? ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അല്ല, അപ്പം അവരൊക്കെ എതിരഭിപ്രായം പറയത്തില്ലേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല അച്ഛാ. അപ്പം പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പ്രശ്നങ്ങളെ കാണത്തുള്ളൂ. നിനക്ക് അവിടെ ഒരു പ്രശ്നവും കാണത്തില്ല. നിന്റെ മകളായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെ വേദനിപ്പിക്കരുതെന്ന്. അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നു. അത് കേട്ടതും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. നീ വിഷമിക്കേണ്ട മോളെ, നിനക്ക് അവിടെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും അച്ഛ, എന്തിനാ നീ ബുദ്ധിമുട്ടുന്നേ? നിന്റെ സങ്കടം കണ്ടോടല്ലേ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. നിന്നെ വെറുതെ എനിക്ക് അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണോ? സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് അല്ലേ പറഞ്ഞു വിടുന്നേ? അത്ര സേഫ്റ്റി നിനക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് അലീനയെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അലീന വല്ലാത്തൊരു വിഷമത്തിലായിപ്പോയി. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയോ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.